UDF കോട്ട തകർക്കാൻ ശൈലജ ടീച്ചർ. പേരാവൂരിൽ ഇത്തവണ മത്സരം കടുക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഇത്തവണ പേരാവൂരിൽ മത്സരിക്കും. ഇന്ന് ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ഇത്തവണ ശൈലജയെ പാർട്ടി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ജനപിന്തുണയുള്ള നേതാവിനെ ഒഴിവാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകടിപ്പിച്ചിരുന്നു. മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ ശൈലജയും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നതായി സൂചനയുണ്ട്. 2 ടേം മാനദണ്ഡങ്ങളുടെ പേരിൽ ഇത്തവണ മാറ്റി നിർത്തുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ശൈലജയുടെ പേരും ഉയർന്നിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ മട്ടന്നൂരിൽ ശൈലജയുടെ പേരുണ്ടായിരുന്നില്ല. ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നെങ്കിലും ഉറച്ച സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം ജയം ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ വ്യവസ്ഥയിൽ ഇളവ് നൽകാമെന്ന തീരുമാനവും ഉണ്ടായി. എന്നാൽ ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായി വിവരമുണ്ടായിരുന്നു. 5 തവണ മത്സരിച്ച KK ശൈലജ 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളിലായാണ് ജയങ്ങൾ. 96-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലും 60,963 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ ജയിച്ചത്. RSPയിലെ ഇല്ലിക്കൽ അഗസ്തിയായിരുന്നു എതിരാളി. 2016-ൽ കൂത്തുപറമ്പിൽ നിന്ന് 12,291 വോട്ടിന് വിജയിച്ചു. JDUവിലെ KP മോഹനനായിരുന്നു എതിരാളി. 2011-ൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫിനോട് 3,440 വോട്ടിന് പരാജയപ്പെട്ടു. 2006-ൽ പേരാവൂരിൽ 999 വോട്ടിന് വിജയിച്ചു. കോൺഗ്രസിലെ AD മുസ്തഫയായിരുന്നു എതിരാളി. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്ന് പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016-ലും 2021-ലും പാർട്ടിയിൽ ഉയർന്നിരുന്നെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം നീങ്ങുമ്പോൾ പേരാവൂരിലെ പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായി മാറുമെന്ന് ഉറപ്പാണ്. ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പേരാവൂരിലെ ഈ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്.